ഇനി നമുക്ക് ബജറ്റ് പ്രതീക്ഷകളെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്. ബജറ്റിൽ എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് കാത്തിരിക്കുകയാണ് ഓരോ മേഖലകളും. വർഷങ്ങളായി നിർമ്മാണ പ്രവൃത്തികൾ ഇഴഞ്ഞു നീങ്ങുന്ന ഉക്കിനെടുക്കയിലെ കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കാൻ ഇത്തവണ ബജറ്റിൽ ഫണ്ട് വകയിരുത്തുമെന്ന പ്രതീക്ഷയിലാണ് കാസർഗോട്ടെ ജനങ്ങളുള്ളത്. കാസർഗോഡ് ജില്ലയ്ക്ക് മുഖ്യ പരിഗണന നൽകുമെന്ന വി.ഡി. സതീശന്റെ പുതുയുഗ യാത്രയിലെ പ്രഖ്യാപനത്തിലാണ് ജനങ്ങളുടെ പ്രതീക്ഷ. 2013 നവംബർ 30 അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തറക്കല്ലുമിട്ട മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണം ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. 2012 മാർച്ച് 24 ഉമ്മൻചാണ്ടി സർക്കാർ കാസർഗോഡ് മെഡിക്കൽ കോളേജ് പ്രഖ്യാപിച്ചത്. 2013 നവംബർ 30 തറക്കല്ലിട്ടു. 2018 നവംബർ 25 ആശുപത്രി സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. 67 ഏക്കറിൽ 500 ബെഡുകളുള്ള ആശുപത്രിയാണ് ലക്ഷ്യം. എന്നാൽ ഇതുവരെ ആകെ പൂർത്തീകരിച്ചത് അക്കാദമിക് ബ്ലോക്ക് മാത്രം. ഇത്തവണ ബജറ്റിൽ അർഹമായ പരിഗണന ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. UDF അധികാരത്തിൽ വന്നാൽ കാസർഗോട്ട് ആദ്യമായി ഏറ്റെടുക്കുന്ന പ്രവൃത്തി അത് മെഡിക്കൽ കോളേജായിരിക്കുമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്ന് ഞങ്ങളോട് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അത് മറ്റന്നാൾ ബജറ്റിൽ അത് പ്രതിഫലിക്കും എന്നുള്ള വലിയൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത്. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കഴിഞ്ഞ വർഷം മെഡിക്കൽ കോളേജിൽ MBBS പഠനം ആരംഭിച്ചിരുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രി ബ്ലോക്കിന്റെ നിർമ്മാണം എങ്ങും എത്താത്തതിനാൽ കിലോമീറ്ററുകൾ അകലെയുള്ള കാസർഗോഡ് ജനറൽ ആശുപത്രിയിലാണ് ഇപ്പോൾ വിദ്യാർത്ഥികളുടെ പഠനം. ഈ ബജറ്റിൽ മതിയായ തുക വകയിരുത്തതോടെ എല്ലാം ശരിയാകുമെന്ന പ്രതീക്ഷയിലാണ് കാസർഗോട്ടെ ജനങ്ങൾ. മീഡിയ 1 കാസർഗോഡ്.